ഹായ് നമസ്കാരം. UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ. പക്ഷെ മലക്കം മറിച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എത്ര ദ്രുതഗതിയിലാണ് UDF സർക്കാർ ഇങ്ങനെ മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. PMC അറബിക്കടലിൽ കൊണ്ട് താഴ്ത്തി. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന PMAY urban നഗരമേഖലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് നിർമ്മിക്കുന്ന വീടുകളുടെ കാര്യത്തിൽ എന്ത് മനോഹരമായ വിസ്തീർണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അത്ഭുതമാണ്. PMAY പോലെയുള്ള കാര്യം ഇവിടെ കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആരൊക്കെ ആയിരുന്നു ശൂര പരാക്രമികൾ? നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെ അമ്പെയ്തുകൊണ്ടിരുന്നവരല്ലേ? ഇപ്പൊ മോഡിയുടെ പേര്, ലോഗോ, കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു തലോടല്, എന്തൊരു മനോഹരമായ ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, കേരള സർക്കാർ, LDF സർക്കാർ എത്രയോ വർഷങ്ങളായി ചെറുത്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കാം, അവർക്ക് ആത്മാഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. അവർക്ക് വേണ്ടി പണിയുന്ന വീടുകൾക്ക് മേലെ ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ എഴുതി വെക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അന്നത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷൊക്കെ യഥാക്രമം പ്രധാനമന്ത്രിക്കും വകുപ്പ് മന്ത്രി മനോഹർ ഖട്ടറിനൊക്കെ കത്തുകൾ എഴുതിയത്. ഞങ്ങളെപ്പോലുള്ള പാർലമെന്റ് അംഗങ്ങൾ എത്രയോ തവണ ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച നിരവധി ചോദ്യങ്ങളിൽ ഒന്ന്, ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെ ഇവിടെ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോഗോ വെക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കുമോ എന്ന് കൃത്യമായി സ്പഷ്ടമായിട്ട് എഴുതി ചോദിച്ചിരുന്നു. അതുകൂടാതെ തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഈ മോഡി സർക്കാരിൻ്റെ പ്രതിലോമകരമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള അവരുടെ ആത്മാഭിമാനത്തിന് മേലുള്ള ഈ ട്രപ്പീസുകൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. Centrally sponsored schemes हमको नहीं चाहिए sir. These people launch schemes, will tell the states, you foot the bill for 40% and you brand us, put the photograph of Modi ji, brand it. ये 40% हमको खर्च करना पड़ेगा, ये ब्रांड करना पड़ेगा, हमको नहीं चाहिए. You are mopping up so much of money in the form of duties and surcharge which are not given to the states. Stop this business of cess and surcharge. Make every income revenue give receive to the states and the center. Do justice to Kerala, do justice to the states. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് പരിപൂർണ കീഴടങ്കലാണ്. UDF സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ചെറുത്തുനിൽപ്പിന്റെ പാതയിലായിരുന്നു. എല്ലാ കാര്യങ്ങളിലൊന്നും നമുക്ക് കേന്ദ്രത്തിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്ന കാരണം ഭരണഘടനയിൽ ഫെഡറലിസം ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ്. നമ്മൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചു, സമരം ചെയ്തു, മുഖ്യമന്ത്രി മന്ത്രിമാരും വന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇടങ്ങളിലെ കോൺഗ്രസ്സുകാർ വന്നില്ല കേട്ടോ. മറ്റ് നേതാക്കന്മാർ ഫാറൂഖ് അബ്ദുള്ളയും കേജ്രിവാളും അന്നത്തെ DMK സർക്കാരിന്റെ പ്രതിനിധിയൊക്കെ ആ ഒരു സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വന്നു. അന്ന് സമരത്തിൽ നിന്ന് മാറി നിന്നവരാണ്. അതുകൂടാതെ നമ്മൾ സുപ്രീം കോടതിയിലും പോയി സംസ്ഥാനത്തിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട്. ചില നൈമിഷികമായിട്ടുള്ള ചെറിയ താൽക്കാലിക വിജയങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്താൻ അതൊന്നും സഹായിച്ചില്ല. പക്ഷേ
ഇത്ര ദയനീയമായ ഒരു കീഴടങ്ങലിന്റെ പാതയിലേക്ക് UDF പോകുമെന്ന് ആരും ചിന്തിച്ചില്ല. നമ്മുടെ സർവകലാശാലകൾ ഒന്നടങ്കം ഗവർണർ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഇത് ഇവിടെ കൃഷിമന്ത്രി അവിടെ പോയി ഒരു പേര് കൊടുത്തു, ഒരു പാനൽ കൊടുക്കുന്നതിന് പകരം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കറിയാം. ഒരു ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിമം ഒരു സത്യസന്ധതയെങ്കിലും UDF ഗവൺമെന്റ് കാണിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.